ചേരുന്നത്. ആദ്യം ശ്രീ വി കെ സദാനന്ദൻ, 32ാം ദിവസവും തുടരുകയാണല്ലോ ആശമാരുടെ സമരം. എന്താണ് ഇനി മുന്നോട്ടുള്ള ഈ സമരത്തിന്റെ രീതികൾ? സെക്രട്ടേറിയറ്റ് വളയൽ ഉണ്ടാകുമല്ലോ തിങ്കളാഴ്ച. ഏതെങ്കിലും രീതിയിലുള്ള ആശയവിനിമയം നടക്കുന്നുണ്ടോ ഇപ്പോൾ? ആരെങ്കിലും സർക്കാരിനെ പ്രതിനിധീകരിച്ച് ആരെങ്കിലും അങ്ങനെ ഒരു സംസാരം ഈ സമരം ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടി വരുന്നുണ്ടോ? ഇല്ല, ഇതുവരെ അത്തരമൊരു ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് ഗവൺമെന്റിൽ നിന്നും യാതൊരു നീക്കവും ഞങ്ങളുടെ ഭാഗത്തേക്ക് വന്നിട്ടില്ല. സമരം മുന്നോട്ട് പോവുക തന്നെയാണ്. 32 ദിവസമായി രാപ്പകൽ സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുകയാണ്. അത് തുടർന്നും മുന്നോട്ട് പോകും. അതോടൊപ്പം ഈ 17ാം തീയതി ഞങ്ങൾ സെക്രട്ടേറിയറ്റ് ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്തെ ആശാവർക്കർമാർ ഈ ഉപരോധത്തിൽ പങ്കെടുക്കാൻ വേണ്ടി സെക്രട്ടേറിയറ്റിന് മുന്നിൽ 17ാം തീയതി എത്തിച്ചേരും. സമരം തീർച്ചയായിട്ടും ഞങ്ങൾ തുടക്കം മുതൽ തന്നെ മുമ്പോട്ട് വച്ചിരിക്കുന്ന ഡിമാൻഡുകൾ അത് നേടിയെടുക്കാൻ വേണ്ടിയുള്ള സമരമാണ്. അത് നേടിയെടുത്തുകൊണ്ടേ മുന്നോട്ട് സമരം അവസാനിപ്പിക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഇന്ന് 21,000 രൂപയാക്കുക, പിരിഞ്ഞു പോകുമ്പോൾ 5 ലക്ഷം രൂപ നൽകുക, അതേപോലെ പെൻഷൻ തുടങ്ങിയ ആവശ്യങ്ങൾ ആണ് ഇപ്പോൾ പ്രധാനമായിട്ടും മുൻപിൽ ഈ സമരത്തിന് ആധാരമായിട്ടുള്ളത്. ഇപ്പോൾ ഇന്ന് ദേശാഭിമാനിയിൽ എഴുതിയിരിക്കുന്ന മുഖപ്രസംഗത്തിൽ അതിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അത് ആശാ സമരത്തെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങളാണ്. ഇത്രയും പിന്തിരിപ്പൻ നിലപാട് സ്വീകരിക്കുന്ന BJPയുടെ പ്രതിനിധികളെയാണ് തിരുവനന്തപുരത്ത് ആശമാരുടെ പേരിൽ നടക്കുന്ന സമരത്തിലേക്ക് സ്വീകരിച്ച് ആനയിക്കുന്നത്. കേന്ദ്രത്തിനാണ് ഉത്തരവാദിത്വം എന്നറിയാമായിരുന്നിട്ടും അതെല്ലാം മറച്ചുവെച്ച് സംസ്ഥാന സർക്കാരിനെതിരെ നടത്തുന്ന സമരത്തിന്റെ പൊള്ളത്തരം ഓരോ ദിവസം കഴിയുന്തോറും കൂടുതൽ വെളിച്ചത്ത് വരുന്നു എന്നാണ് ദേശാഭിമാനി പറയുന്നത്. അതിന് കാരണമായിട്ട് പറയുന്നത് അടിക്കടി ആവശ്യങ്ങൾ മാറ്റുന്നു സമര നേതൃത്വം എന്നാണ്. പക്ഷേ താങ്കൾ പറഞ്ഞ ഈ കാര്യം, ഈ 3 പ്രധാന ആവശ്യങ്ങൾ പറഞ്ഞു, അത് ഈ സമരത്തിന്റെ തുടക്കം മുതൽ ഉള്ളതാണല്ലോ. അപ്പോൾ എന്താണ് ഈ സമരത്തെ പൊളിക്കുന്നതിന് വേണ്ടിയുള്ള ഇത്തരത്തിലുള്ള നുണപ്രചാരണങ്ങൾ നടക്കുകയാണോ? എന്ന് തന്നെയാണ് കരുതേണ്ടത്. കാരണം ഞങ്ങൾ 10ാം തീയതി, ഫെബ്രുവരി 10ാം തീയതിയാണ് സമരം ആരംഭിക്കുന്നത്. അന്ന് തന്നെ ഇവിടെ ഉയർത്തിയിരിക്കുന്ന ബാനറുകൾ ഇവിടെ കാണും. ആ ബാനറുകളിൽ കൃത്യമായിട്ടും ഈ ഡിമാൻഡുകൾ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിലൊരു മാറ്റവും ഇതുവരെ വരുത്തിയിട്ടില്ല. ഞങ്ങളുടെ എല്ലാ നേതാക്കന്മാരും ഇവിടെയുള്ള ആശാ വർക്കേഴ്സും നിരന്തരം അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഡിമാൻഡ് ഈ സമരം ശ്രദ്ധിക്കുന്ന ഏവർക്കും അത്രമാത്രം ഹൃദിസ്ഥമായിരിക്കുകയാണ്. ഇതാണ് ഡിമാൻഡ് എന്നുള്ളത്. ഡിമാൻഡിൻ്റെ കാര്യത്തിൽ ഒരു അവ്യക്തതയുമില്ല. തുടക്കം മുതലുള്ള ഡിമാൻഡുകൾ ഇപ്പോഴും ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഡിമാൻഡുകൾ യഥാർത്ഥത്തിൽ പരിഹരിക്കാനുള്ള ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനാണ്. അതുകൊണ്ട് കൂടിയാണ് സംസ്ഥാന സർക്കാരിൻ്റെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഈ സമരം ആരംഭിച്ചിരിക്കുന്നത്. അതിലൊന്നും യാതൊരു തർക്കവുമില്ല. ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഈ സമരത്തെ പിന്തുണച്ചുകൊണ്ട് സംസ്ഥാനത്തിൻ്റെയും രാജ്യത്തിൻ്റെയും നാനാഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പിന്തുണയ്ക്കുന്നുണ്ട്. അവർക്കെല്ലാം ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന ഡിമാൻഡിൻ്റെ ന്യായയുക്തത കൃത്യമായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഒരു ദിവസം 233 രൂപയ്ക്ക് ജോലി ചെയ്യാൻ നിർബന്ധിതരായിരിക്കുന്ന ആശാവർക്കർമാരുടെ തൊഴിൽ സാഹചര്യത്തെ ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ ഇന്ന് ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്തെ ആളുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടുകൂടിയാണ് യഥാർത്ഥത്തിൽ ഈ സമരത്തിന് ഇത്രയധികം പിന്തുണ ഉണ്ടായിരിക്കുന്നത്. കേരളം കണ്ട ഏറ്റവും വലിയ സ്ത്രീ തൊഴിലാളി സമരമായി ഈ സമരം മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ്. പക്ഷേ എന്നിട്ടും ദേശാഭിമാനി താങ്കൾ പറഞ്ഞതുപോലെ ഇന്നത്തെ മുഖപ്രസംഗം ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. എന്തിനാണ് ഇത് പറയുന്നത് അറിയില്ല. ഡിമാൻഡുകൾ മാറ്റിക്കൊണ്ടിരിക്കുന്നു. എത്ര അർത്ഥശൂന്യമാണ്, അടിസ്ഥാനരഹിതമാണ് ഈ വാദഗതി എന്ന് ഏവർക്കും മനസ്സിലാവുന്നത്. ഈ സമരം ശ്രദ്ധിക്കുന്ന ഒരാളും ആ വാദഗതിയോട് യോജിക്കില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. ഇടതുപക്ഷ വിശ്വാസികൾ, പണിയെടുക്കുന്നവർ, അവരെല്ലാവരും തന്നെ ഈ വാദഗതിയെ തള്ളിക്കളയും. പിന്നെ എന്തിനു വേണ്ടി ഇത്തരം ഒരു നുണ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു, ഒരേപോലെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് വളരെ അത്ഭുതകരമാണ്. അത് എന്തായാലും നമ്മുടെ നാട്ടിലെ ഇടതുപക്ഷ വിശ്വാസികളും പണിയെടുക്കുന്ന ആളുകളും ഈ വാദഗതിയെ, ദേശാഭിമാനിയുടെ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഇന്നത്തെ വാദഗതിയെ
തള്ളിക്കളയുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സമരം അത്രമാത്രം ജനശ്രദ്ധ പിടിച്ചുപറ്റിക്കൊണ്ട് ഇത്രയധികം ചൂഷണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന, ഇത്രയധികം ബുദ്ധിമുട്ടി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന, കഴിഞ്ഞ 18 വർഷമായി സർക്കാരിന് വേണ്ടി, സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പിന് വേണ്ടി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഈ ആശാവർക്കർമാർ. അവരോടൊരല്പം കനിവ്, അല്പം ദയ കാണിക്കേണ്ട സന്ദർഭമാണിത്. അവർ വേറൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല, പണിയെടുത്തതിന് ഒരു മതിയായ കൂലി തരുമെന്നാണ്. കേരളം പോലുള്ള ഇത്രയും ജീവിത നിലവാരം ഉയർന്നിരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഈ 233 രൂപയ്ക്ക് ഒരു ദിവസം പണിയെടുക്കേണ്ടി വരിക എന്നുള്ളത് എത്ര കഷ്ടമാണ്. മിനിമം കൂലി എത്രയാണെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾക്ക് കേരളത്തിൽ മിനിമം കൂലി പ്രഖ്യാപിച്ചിരിക്കുന്നത് 700 രൂപയാണ്. ഇന്ന് ഭരിക്കുന്ന ഇടത് ജനാധിപത്യ മുന്നണിയുടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ അവരക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. 700 രൂപയാക്കണം, സ്കീം വർക്കേഴ്സിന്റെ മിനിമം കൂലി 700 രൂപയാക്കണം, അത് കൊടുക്കും എന്ന് അതിൽ വാഗ്ദാനം നൽകിയിരിക്കുകയാണ്. ആ വാഗ്ദാനം തന്നെയാണ് ഞങ്ങൾ മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. നിങ്ങൾ ആ വാഗ്ദാനം നടപ്പിലാക്കുമെന്നാണ് പറയുന്നത്. ശരി, അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ